ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ ഈ വരുന്ന 108 ദിവസങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ 108 ദിവസങ്ങളിൽ അമ്മയെ ഉപാസിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എത്ര ദിവസങ്ങളിൽ ഉപാസിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ധന്യത, അനുഗ്രഹം ഈ ജീവിതത്തിൽ അമ്മ നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് അമ്മയുടെ ഈ തിരുനാമം ജപിച്ച് അത് ശ്രവിച്ച് അമ്മയെ കീർത്തിച്ച് ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ 108 ദിവസങ്ങളിലും മുടങ്ങാതെ കൃത്യമായി അത് അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ്. അത്ര മഹത്തായിട്ടുള്ള ദിവസങ്ങളാണ് ഈ 108 ദിവസങ്ങളും. അപ്പം അതുകൊണ്ട് ഒരു ഉപാസന എന്ന് പറയുന്നത് മിനിമം 180 ദിവസമൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ 108 ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു സംഖ്യയാണ് 108. അതുകൊണ്ടാണ് നാം ഓരോ മന്ത്രജപങ്ങളും 108 വച്ച് ജപിക്കാനായിട്ട് പറയുന്നത്. തീരെ സമയമില്ലാത്തവരോടാണ് 5 പ്രാവശ്യവും 21 പ്രാവശ്യവും ഒക്കെ ജപിക്കാനായിട്ട് പറയുന്നത്. കാരണം അത്ര മഹനീയമാണ് ഈ ഓരോ നാമവും, അമ്മയുടെ ഓരോ തിരുനാമവും 108 തവണ വച്ച് ഈ 108 ദിവസങ്ങളിലായിട്ട് ജപിക്കുന്നത്. 11,600 ചില്ലുവാനും അധികം നാമമാണ് നാം ഈ 108 ദിവസം കൊണ്ട് അമ്മയുടെ തിരുനാമം കേൾക്കുന്നത് അല്ലെങ്കിൽ ജപിക്കുന്നത്. അപ്പം അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത് നാം ചെയ്ത എത്രയോ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ അമ്മയുടെ ഒരു തിരുനാമമെങ്കിലും കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു തിരുനാമമെങ്കിലും ജപിക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഞാൻ അവിചാരിതമായിട്ട് ഒരാളോട് വഴി ചോദിക്കുകയാണ്. അദ്ദേഹത്തിനോട് വഴി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇങ്ങനെ ചെവി ഇങ്ങനെ തൊട്ട് കാണിച്ചു തന്നു, എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഇല്ല എന്ന് കാണിച്ചു. അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഭഗവാൻ, അമ്മ ഭഗവതി ദേവി നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആ അമ്മയുടെ തിരുനാമം കേൾക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ചെവി കൊണ്ട് എന്താണ് പ്രയോജനം? നാട്ടിലുള്ള കുശുമ്പും കുന്നായ്മകളും അതുപോലെ തന്നെ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ നമുക്ക് അമ്മ ഈ ചെവി തന്നിട്ടുള്ളത്? അല്ല. അപ്പോൾ അമ്മയുടെ തിരുനാമം കേൾക്കുക, അതിലൂടെ ഈ ജീവിതം മുക്തിയുടെ പദത്തിലേക്ക്, മോക്ഷത്തിൻ്റെ പദത്തിലേക്ക് ജീവനെ ഉയർത്തുക. ഓരോ ജന്മങ്ങളിലും ജീവനെ ഉയർത്തി ഒടുവിൽ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് ലയിച്ചു ചേരാനായിട്ട് സാധിക്കണം. ഭഗവാൻ നമ്മളെ ഉൾക്കൊള്ളണം. അതിനുള്ള ഒരു അർഹത നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഓരോ ജന്മത്തിലും ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഓരോരോ പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോരോ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഓരോരോ ജന്മങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പ്രാരബ്ധം നമുക്ക് അനുഭവിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹവും കൃപയും കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് തന്നെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയോ ജന്മങ്ങൾ, 84 ലക്ഷം ജന്മത്തിന് ശേഷമാണ് പൂവായിട്ടും പുഴുവായിട്ടും നരിയായിട്ടും അങ്ങനെ അവസാനമാണ് ഒരു നരൻ്റെ ജന്മം, മനുഷ്യൻ്റെ ജന്മം നമുക്ക് കിട്ടുന്നത്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം 84 ലക്ഷം ജീവജാലങ്ങളായിട്ട് ജനിച്ചതിന് ശേഷമാണ് നമുക്കൊരു മനുഷ്യ ജന്മം പോലും കിട്ടുന്നത്. അതും അപൂർവമായിട്ട്. അതും ഈ ഭാരതത്തിൽ ജനിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എത്ര സുഹൃതം ഉള്ള ഒരു കാര്യമാണ്. ഭഗവാന്റെ പ്രത്യക്ഷത്തിൽ അനുഗ്രഹമുള്ളവർക്ക് മാത്രമാണ് ഈ ഭാരതദേശത്തിൽ ജനിക്കാനായിട്ട് പോലും സാധിക്കുന്നത്. ഇനി അതിലും അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് അംഗവൈകല്യമില്ലാതെ ജനിക്കുക എന്ന് പറയുന്നത്. ഭഗവാൻ എല്ലാവിധ ആകാര സൗഷ്ഠവവും നൽകിയിട്ട് പോലും ആ ഭഗവാന്റെ തിരുനാമം ഒന്ന് കേൾക്കാനോ ഭഗവാന്റെ ആ ക്ഷേത്രത്തിലൊന്ന് പോകാനോ ആ ഭഗവതി അമ്മയ്ക്ക്
ഒരു സന്ധ്യാനാമം ജപിക്കുവാനോ ഒന്നും നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് ശരിക്കും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു മര്യാദകേടല്ലേ? നമുക്ക് ഇത്ര നല്ലൊരു ജന്മം നൽകിയിട്ട്, ഒരു അംഗവൈകല്യവുമില്ലാതെ ഒരു ശരീരം നൽകിയിട്ട്, ആ ശരീരം കൊണ്ട് നമുക്ക് ഭഗവാനെ പൂജിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭഗവാനെ അർച്ചന ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭഗവാന്റെ തിരുനാമങ്ങൾ കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ശരിക്കും തികച്ചും ഒരു നന്ദികേട് തന്നെയാണ്. കാരണം നമുക്ക് ശബരിമലയിലൊക്കെ പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും, ഈ ഓരോ അംഗങ്ങളും, അതായത് ഈ അരയ്ക്ക് മുകളിലേക്ക് മാത്രം ചലനശേഷിയും അരയ്ക്ക് താഴത്തോട്ട് യാതൊരുവിധ ചലനങ്ങളുമില്ലാതെ കൈകൊണ്ട് കാലുപോലെ ആക്കി ആ കൈകൊണ്ട് കൈകുത്തി ശബരിമലയ്ക്ക് കയറുന്ന എത്രയോ ഭക്തന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയൊക്കെ അതൊന്നും വേണ്ട, ആ ഭഗവതിയുടെ തിരുനാമങ്ങൾ നമുക്കൊന്ന് കേൾക്കാനായിട്ട് സമയമില്ലെങ്കിൽ വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഭാഗ്യമില്ലാത്ത ജന്മങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമുക്കൊക്കെ ഭാഗ്യമുള്ളത് കൊണ്ടാണ് അമ്മയുടെ തിരുനാമങ്ങൾ ജപിക്കാനും കേൾക്കാനും ഒക്കെ അമ്മ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇനി അംഗവൈകല്യമൊന്നുമില്ലാതെ ജനിച്ചാലും വിദ്യയും വിജ്ഞാനവുമൊക്കെ ആർജിക്കുക എന്നുള്ളതും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് വളരെ പാടുപെട്ട് മാത്രം നമുക്ക് നേടേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം വിദ്യയും വിജ്ഞാനവുമൊക്കെ നാം ആർജിച്ചാലും ഈ മനുഷ്യ സേവനത്തിനും മനുഷ്യനെ സേവിക്കുന്നതിനും അതുപോലെ തന്നെ ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ധ്യാനിക്കാനും ഉപാസിക്കാനുമൊക്കെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നത് അതിലും അപൂർവമാണ്. അതാണ്, അങ്ങനെയുള്ളവരാണ് സന്യാസിമാർ. സംന്യസ്യ, അതായത് പൂർണ്ണമായിട്ടും ന്യസിക്കുക എന്നുള്ള ത്യജിക്കുക. അവരുടെ ജീവിതം ആ ഭഗവാന്റെ സേവനത്തിനായിട്ട്, ഭഗവാനെ സേവിക്കുന്നതിലൂടെ, ആ മനുഷ്യനെ സേവിച്ചുകൊണ്ട് അവർക്ക് ഓരോരോ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ഏറ്റവും ഉത്തമന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പുണ്യപുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്വർഗവാതിലുകൾ എപ്പോഴും തുറക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ തിരുനാമം എന്ന് പറയുന്നത് അമ്മയുടെ ഏറ്റവും വൈശേഷികമായിട്ടുള്ള ഒരു തിരുനാമമാണ്. അമ്മയുടെ നാമം എന്ന് പറയുന്നത് ഓം പത്മ സുന്ദര്യേ നമഃ എന്നുള്ള തിരുനാമമാണ്. അപ്പോൾ അമ്മയുടെ ആ പത്മം എന്ന് പറഞ്ഞാൽ ആ താമരപ്പൂവിലിരിക്കുന്ന സുന്ദരിയായിട്ടുള്ള അമ്മയെ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സൗന്ദര്യവതിയായിട്ടുള്ള, സൗന്ദര്യത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ആ അമ്മയെ ഈ തിരുനാമം ജപിച്ച് ഉപാസിച്ചാൽ തീർച്ചയായും നമുക്കും നാം എന്ത് പറയുന്നോ, എന്ത് കേൾക്കുന്നോ, എന്തിനെ ചിന്തിക്കുന്നോ നാം അതായി തന്നെ മാറും എന്നുള്ളതാണ്. അപ്പോൾ നാം അമ്മയെ ഈ നാമം ചൊല്ലി ഉപാസിച്ചാൽ നമുക്കും അമ്മ ആ ഒരു സൗന്ദര്യം നമുക്കും നൽകി അനുഗ്രഹിക്കും. അപ്പോൾ സൗന്ദര്യം നന്നായിട്ട് വേണം എന്ന ആഗ്രഹമുള്ളവർ അമ്മയുടെ ഈ തിരുനാമം ഭക്തിപൂർവം, അമ്മയുടെ ആ ഒരു സുന്ദരമായിട്ടുള്ള ആ ലോകത്തിനെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ആ സൗന്ദര്യമുള്ള അമ്മയുടെ തിരുമുഖം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുക. തീർച്ചയായും നമുക്കും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ സൗന്ദര്യോത്തരമായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അമ്മയുടെ ഓരോ തിരുനാമവും വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. ഓരോ തിരുനാമത്തിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വ്യത്യാസവുമായിരിക്കും. അപ്പോൾ ഒരു ദിവസം ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ആ അമ്മയെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അമ്മയുടെ കണ്ണുകളെക്കുറിച്ചാണ്. അത് കണ്ണിന് കാഴ്ച കുറവുള്ളവർ, അല്ലെ കണ്ണ് നന്നായിട്ട് എപ്പോഴും നല്ല രീതിയിൽ ഇരിക്കണം, നല്ല സുന്ദരമായുള്ള കണ്ണുകൾ വേണം എന്നുള്ളവർ അമ്മയെ ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, യഥാമാം പ്രപദ്യതേ താൻ തഥൈവ ഭജാമ്യഹം. എന്നെ എങ്ങനെ ചിന്തിക്കുന്നുവോ, എന്നോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഭക്തന്മാരോടും, അല്ലെങ്കിൽ എന്നെ ചിന്തിക്കുന്നവരെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയെ ആ ലോകോത്തര സൗന്ദര്യവതിയായിട്ട് നാം ചിന്തിക്കൂ, നമുക്കും സൗന്ദര്യമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ തിരുനാമം എന്നുള്ളത് ഓം പത്മ സുന്ദര്യേ നമഃ എന്നുള്ള തിരുനാമമാണ്. നമ്മുടെ ജപം ആരംഭിക്കാം.
ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഓം പത്മസുന്ദര്യേ 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 നമഃ.
ഓം പത്മസുന്ദരിയേ നമഃ. ഓം പത്മസുന്ദരിയേ നമഃ. എല്ലാവർക്കും, എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവതി അമ്മയുടെ, ഭഗവാന്റെയും അനുഗ്രഹവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉള്ള ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.